നമസ്കാരം. ഇന്ത്യൻ മാർക്കറ്റിൽ SUV എന്ന് വിളിക്കുന്ന എല്ലാ വാഹനങ്ങളും SUVകളാണോ? വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്നാൽ SUVകൾ എന്ന് അവകാശപ്പെടുന്ന ചില വാഹനങ്ങൾ പ്രോപ്പറായ SUV വാഹനങ്ങൾ തന്നെയാണ്. പക്ഷേ മെജോറിറ്റി വാഹനങ്ങളും SUV ടാഗ് ലൈനിൽ വരുന്ന വാഹനങ്ങളും സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾസ് അല്ല. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 ഏപ്രിൽ മാസം ഏറ്റവും കൂടുതൽ വിറ്റ SUV വാഹനങ്ങൾ ഏതൊക്കെയാണ്. നമ്മൾ 1 മുതൽ 10 വരെ റാങ്ക് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ്, ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ലോഗും നമ്മുടെ കോണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. 2025 ഏപ്രിൽ മാസം 10ാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ള വാഹനം മറികടന്നത് മഹീന്ദ്രയുടെ വരാൻ പോകുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ ലിസ്റ്റിലുള്ള പ്രധാനപ്പെട്ട ഒരു വാഹനമാണ്. സബ് ഫോർമേറ്റഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു കോമ്പാക്റ്റ് SUV വാഹനമാണ് മഹീന്ദ്രയുടെ 3XO. ആ ഒരു വാഹനത്തെ മറികടന്നുകൊണ്ടാണ് 2025 ഏപ്രിൽ മാസം ഹ്യുണ്ടായുടെ വെന്യൂ എന്ന് പറയുന്ന വാഹനം 10ാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത്. 3XO 7568 യൂണിറ്റുകളാണ് വിറ്റതെങ്കിൽ വെന്യൂ എന്ന് പറയുന്ന വാഹനം 7953 യൂണിറ്റുകൾ വിറ്റഴിക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും ചെറിയൊരു മാർജിൻ മാത്രമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് 3XOയെ എടുത്തു പറഞ്ഞത്. എന്നാൽ മാർച്ച് മാസത്തിൽ 10441 യൂണിറ്റുകൾ വെന്യൂവിന് വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വെന്യൂ എന്ന് പറയുന്നൊരു വാഹനത്തിന് ഒരു അപ്ഡേഷൻ തയ്യാറായി കഴിഞ്ഞു. 2025 ഫെസ്റ്റിവൽ സീസണോടനുബന്ധിച്ച് ആ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി 9ാമത്തെ സ്ഥാനത്തുള്ളത് കിയയുടെ ഒരു വാഹനമാണ്, സോണറ്റാണ്. അതും സബ് ഫോർമേറ്റഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനമാണ്, കോമ്പാക്റ്റ് SUV ആണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർച്ച് മാസം 7705 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോണറ്റ് ഏപ്രിലേക്ക് വന്നപ്പോഴത്തേക്കും 8068 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. വെനിയും സോണറ്റും ഏകദേശം സെയിം പ്ലാറ്റ്ഫോമിലുള്ളൊരു വാഹനമാണ്. നമുക്കറിയാം വലിയ ഡിഫറൻസ് കാര്യങ്ങളൊന്നും ഇത്തരം വാഹനങ്ങൾക്കില്ല. രണ്ടും K2 പ്ലാറ്റ്ഫോമിൽ തന്നെ വരുന്ന വാഹനങ്ങളാണ്. ഇതിൻ്റെയും പ്രൈസൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 8 ലക്ഷം രൂപ മുതൽ ഒരു 15 ലക്ഷം ആ ഒരു മാർജിനിലാണ് രണ്ട് വാഹനങ്ങളും നിലനിൽക്കുന്നത്. ഇനി 8ാമത്തെ സ്ഥാനത്തേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ബൊലേറോയാണ്. ബൊലേറോ എന്ന് പറയുമ്പോഴത്തേക്കും ബൊലേറോ മാത്രമല്ല, ബൊലേറോ ഉണ്ട്, ബൊലേറോ നിയോ ഉണ്ട്, നിയോ പ്ലസ് ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ നോക്കുമ്പോഴത്തേക്കും 2025 മാർച്ച് മാസം 8031 യൂണിറ്റുകൾ മാത്രമാണ് ഈ 3 വാഹനങ്ങളും കൂടെ കൂടിയിട്ട് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഏപ്രിലേക്ക് വരുമ്പോഴത്തേക്കും 8380 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 1.5 cc ബൊലേറോ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ബൊലേറോയുടെ നിയോ പ്ലസ് എന്ന് പറയുന്നൊരു വാഹനം 2.2 എന്ന് പറയുന്ന ആ വലിയ എൻജിൻ അവിടെ അവൈലബിൾ ആണ്. ഡീസലിൽ മാത്രമാണ് ഈ വാഹനങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അത് മാത്രമല്ല ഓട്ടോമാറ്റിക് ഇവിടെ അവൈലബിൾ അല്ല. മാനുവൽ ട്രാൻസ്മിഷനിലും ഡീസലിലും മാത്രമാണ് ഈ 3 വാഹനങ്ങൾ, ബൊലേറോ, ബൊലേറോ നിയോ, ബൊലേറോ നിയോ പ്ലസ്, ഈ 3 വാഹനങ്ങളും അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി 7ാമത്തെ സ്ഥാനത്തുള്ളൊരു വാഹനം അത് ഥാറാണ്. ഥാറും ഥാർ റോക്സും കൂടെ ചേർത്തിട്ട് 2025 ഏപ്രിൽ മാസം 10703 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. ഇതിനകത്ത് ഥാറിൻ്റെ റോക്സ് ഉണ്ട്, പെട്രോൾ ഉണ്ട്, മാനുവൽ ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, ഡീസലുണ്ട്. ഇപ്പം 2 വീൽ ഡ്രൈവ് വാഹനവും ഥാറിൻ്റെ 3 ഡോറിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊരു അഡ്വാൻറ്റേജ് ആണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഥാറിൻ്റെ ഒരു ലുക്ക് വേണം, നിങ്ങൾക്ക് അത്യാവശ്യം ഓഫ് റോഡൊന്നും പോകേണ്ട അത്തരത്തിലുള്ളൊരു ലൈഫ് സ്റ്റൈലൊന്നും നിങ്ങൾക്കില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഥാറിൻ്റെ 2 വീൽ തന്നെ ധാരാളമാണ്. അത്യാവശ്യം മൈലേജ് നൽകുന്നൊരു വാഹനം തന്നെയാണ്. പക്ഷേ കംഫർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഥാർ റോക്സ് തന്നെ എടുക്കണം. കാരണം ഗ്ലൈഡ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് കുറച്ചും കൂടെ കംഫർട്ടിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ്. ഇനി 6ാമത്തെ സ്ഥാനത്ത് വന്നുള്ളൊരു വാഹനം ടാറ്റ മോട്ടോഴ്സിൻ്റെ മൈക്രോ SUV കാറ്റഗറിയിലുള്ളൊരു വാഹനമാണ്, ടാറ്റ പഞ്ചാണ്. ഒരുപാട് നാളായി ഈ ഒരു വാഹനത്തിന് ഫേസ് ലിഫ്റ്റ് വരും എന്ന് പറഞ്ഞിട്ട് കമ്പനി നീട്ടിവെക്കുന്നത്. ഈ വർഷം 2025 ലാസ്റ്റിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ ഒരു വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റിന് വേണ്ടി കാത്തിരുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അത് നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും 2025 മാർച്ച് മാസം 17714 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യമാണ്. പക്ഷേ 2025 ഏപ്രിലേക്ക് വന്നപ്പോഴത്തേക്കും നല്ല രീതിക്കുള്ളൊരു ഇടിവ് അവരുടെ പഞ്ചിൻ്റെ മൊത്തത്തിലുള്ളൊരു സെയിലിൽ വന്നിട്ടുണ്ട്. മൊത്തത്തിലുള്ള സെയിൽ എന്ന് പറയുമ്പോഴത്തേക്കും പെട്രോളിൽ അവൈലബിൾ ആണ്, CNGയിൽ അവൈലബിൾ ആണ്, ഇലക്ട്രിക്കലും അവൈലബിൾ ആണ്. 12496 യൂണിറ്റുകളാണ് 2025 ഏപ്രിൽ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞത്. അത് വലിയൊരു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോശം ആയിട്ടുള്ളൊരു പെർഫോമൻസ് എന്ന് തന്നെ പറയാൻ കഴിയും. തീർച്ചയാണ്. ഇനി 5ാമത്തെ സ്ഥാനത്തേക്ക് വരുമ്പോഴത്തേക്കും മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് ആണ്. മികച്ചൊരു വാഹനമാണ്. ബലീനോയുടെ പ്ലാറ്റ്ഫോമിൽ വരുന്നൊരു വാഹനം തന്നെയാണ്. മാർച്ച് മാസം 2025 മാർച്ച് മാസം 13669 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞെങ്കിൽ ഏപ്രിലേക്ക് വന്നപ്പോഴത്തേക്കും
ഒരു ഉയർച്ചയുണ്ട്, തീർച്ചയാണ്. 14,345 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പെട്രോളിലും CNGയിലും ഈ വാഹനം അവൈലബിൾ ആണ്. ഇനി 4ാമത്തെ സ്ഥാനത്തേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ ടാറ്റയുടെ മറ്റൊരു വാഹനമാണ്. ഡീസലിൽ അവൈലബിൾ ആണ്, CNGയിൽ അവൈലബിൾ ആണ്, പെട്രോളിൽ അവൈലബിൾ ആണ്, ഇലക്ട്രിക്കലും അവൈലബിൾ ആണ്. സബ് 4 മീറ്റർ കാറ്റഗറിയിൽ വരുന്ന ഒരു SUV ആണ്, കോമ്പാക്ട് SUV ആണ്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനം നെക്സോൺ ആണ്. നെക്സോൺ 15,457 യൂണിറ്റുകളാണ് 2025 ഏപ്രിൽ മാസം അവർ വിറ്റഴിച്ചത്. എന്നാൽ മാർച്ചിൽ 16,366 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞപ്പോൾ പഞ്ചാണെന്നുണ്ടെങ്കിലും നെക്സോൺ ആണെന്നുണ്ടെങ്കിലും നമ്മൾ നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവരുടെ വിലയിൽ ചെറിയ ഇടിവുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാകുന്നുമുണ്ട്. കാരണം നല്ല രീതിക്കുള്ളൊരു കോമ്പറ്റീഷൻ ഹ്യുണ്ടായുടെ ഭാഗത്തു നിന്നും, അത് മാത്രമല്ല മാരുതി ഒബ്വിയസ്ലി നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്നൊരു വാഹന നിർമ്മാണ കമ്പനിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മഹീന്ദ്ര എന്ന് പറയുന്ന വാഹന നിർമ്മാതാക്കളിൽ നിന്നും നല്ല കോമ്പറ്റീഷൻ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഇനി 3ാമത്തെ സ്ഥാനത്ത് മറ്റൊരു മഹീന്ദ്രയുടെ വാഹനമാണ് സ്കോർപിയോ ക്ലാസിക്കും സ്കോർപിയോ എന്നും. നമുക്കറിയാം സ്കോർപിയോ ക്ലാസിക്കിൽ മാനുവൽ ട്രാൻസ്മിഷനും ഡീസലും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സ്കോർപിയോ എന്നിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്, പെട്രോൾ അവൈലബിൾ ആണ്, മാനുവൽ അവൈലബിൾ ആണ്. ഇനി മൊത്തത്തിൽ ഇതിൻ്റെ ക്ലാസിക്കും സ്കോർപിയോ എന്നും കൂടെ ചേർത്തിട്ടുള്ളൊരു കണക്കാണ് ഞാൻ പറയുന്നത്. 2025 ഏപ്രിൽ മാസം 15,534 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. വലിയൊരു അഡ്വാൻറ്റേജാണ്. കാരണം 2025 മാർച്ച് മാസം 13,913 യൂണിറ്റുകൾ മാത്രമാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞത്. ഇനി 2ാം സ്ഥാനത്തേക്ക് വന്നൊരു വാഹനം എന്ന് പറയുന്നത് കോമ്പാക്റ്റ് SUV കാറ്റഗറിയിൽ 1.5 നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനുള്ള ഒരേ ഒരു മോഡലാണ് ഈ ഒരു വാഹനം. ബ്രസയാണ്. 16,971 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു 2025 ഏപ്രിൽ മാസം. മാർച്ചിൽ ഏകദേശം സെയിം തന്നെയാണ്, 16,540 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പ്യുർ ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് വിത്ത് സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചർ. എന്നാൽ മാനുവലിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവിടെ സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചർ ഇല്ല, അത് എടുത്തു കളഞ്ഞു. CNGയിലും പെട്രോളിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. പെട്രോളിൽ മാത്രമാണ് ഇപ്പോൾ മാരുതി സുസുക്കിയുടെ എല്ലാ വാഹനങ്ങളും അവൈലബിൾ ആയിട്ടുള്ളത്. CNG ഉണ്ട്, അത് നമുക്കറിയാം. ഡീസൽ എഞ്ചിൻ നിർത്തി എന്നുള്ളതാണ് ഞാൻ അർത്ഥമാക്കിയത്. 2020 ശേഷം മാരുതി സുസുക്കി ഡീസൽ വാഹനങ്ങൾ പുറത്തിറക്കിയിട്ടില്ല. ഇനി നമ്പർ 1 പൊസിഷനിൽ വന്നിട്ടുള്ള ഒരു വാഹനം നമുക്കറിയാം, ക്രെറ്റയാണ്. ഹ്യുണ്ടായുടെ ഏറ്റവും മികച്ച വാഹനങ്ങളിൽ ഒരു വാഹനം എന്ന് പറയുന്നത് ക്രെറ്റ തന്നെയാണ്. മിഡ് സൈസ് SUVയിൽ ഏത് വാഹനം എടുക്കണം എന്ന് ചിന്തിക്കുന്നവർക്ക് ആദ്യത്തെ 1, 2, 3 സ്ഥാനങ്ങളിൽ തീർച്ചയായിട്ടും ക്രെറ്റ എന്ന് പറയുന്ന ഒരു പേര് ഓർമ്മയിലുണ്ടായിരിക്കും. തീർച്ചയായിട്ടും ക്രെറ്റ 2025 മാർച്ച് മാസം 18,059 യൂണിറ്റുകൾ വിറ്റെങ്കിൽ ചെറിയൊരു ഇടിവ് സംഭവിച്ചു. 17,016 യൂണിറ്റുകളാണ് 2025 ഏപ്രിൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ക്രെറ്റയുടെ ഇലക്ട്രിക്കുമുണ്ട്. ക്രെറ്റയിൽ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടർബോ പെട്രോൾ എഞ്ചിനുള്ള ഒരു മോഡലുണ്ട്, അത് N-Line ആണ്. അത് മാത്രമല്ല ഡീസലുണ്ട്, നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനുമുണ്ട്, അത് 1.5 ആണ്. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗും ഈ ഒരു കോണ്ടൻറ്റും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.